ഹായ് നമസ്കാരം. IT ബേസ് ആയിട്ടുള്ള പോർഷൻസാണ് ഞാൻ ഇവിടെ ക്ലാസ്സിൽ എടുക്കുന്നത്. അതിൽ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സ്റ്റോൺ എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. സ്റ്റോണിൽ നമുക്ക് മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ജിയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ എന്നിങ്ങനെ. അതിൽ തന്നെ ജിയോളജിക്കൽ നമുക്ക് സ്റ്റോണിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം: ഇഗ്നീഷ്യസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക് എങ്ങനെ. അതിൽ തന്നെ ഇഗ്നീഷ്യസ് റോക്കിനെ വീണ്ടും നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം: പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പർബസൽ റോക്ക്, വോൾഗാനിക് റോക്ക് എന്നിങ്ങനെ. ആദ്യം നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ക്ലിയർ ആക്കിയതിന് ശേഷം അതിന് ഓരോ വരുന്നതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അടുത്തതായിട്ട് സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻ്ററിയിൽ തന്നെ വീണ്ടും 4 ടൈപ്പ് ഉണ്ട്: റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്, കെമിക്കൽ ഡെപ്പോസിറ്റ്, ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്നിങ്ങനെ. അടുത്തതായിട്ട് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് മെറ്റാമോർഫിക് റോക്ക്: തെർമൽ, കറ്റാക്ലാസ്റ്റിക്, ഡൈനാമോ തെർമൽ, പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം എന്നിങ്ങനെ 4 ടൈപ്പ് മെറ്റാമോർഫിക് റോക്കിലുമുണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ക്ലിയറായിട്ട് നോക്കിയതിന് ശേഷം ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിൽ തന്നെ നമുക്കിനി അടുത്തതായിട്ട് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇഗ്നീഷ്യസ് റോക്കാണ്. ഇഗ്നീഷ്യസ്, സെഡിമെൻ്ററി, മെറ്റാമോർഫിക്. ഇതിൽ നമുക്ക് ഇഗ്നീഷ്യസ് റോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം. ഇഗ്നീഷ്യസ് റോക്ക് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഗ്നീഷ്യസ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ വെച്ചാണോ മാഗ്മ കൂൾ ചെയ്യുന്നത് അതനുസരിച്ച് ഇഗ്നീഷ്യസ് റോക്കിന് വീണ്ടും പ്ലൂട്ടോണിക്, ഹൈപ്പർബസൽ, വോൾഗാനിക് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ പ്ലൂട്ടോണിക്കിൻ്റെ മറ്റൊരു പേരാണ് ഇൻട്രൂസീവ് റോക്ക്. ഇത് കൺസിഡറബിൾ ഡെപ്തിലായിരിക്കും മാഗ്മ കൂൾ ചെയ്യുന്നത്. അതും സ്ലോ കൂളിങ്ങും ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ഗ്രെയിൻഡ് ആയിരിക്കും. അതുപോലെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും ആയിരിക്കും. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബിൽഡിംഗ് ഇൻഡസ്ട്രീസിലാണ്. അതിനൊരു എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. അപ്പോൾ ഇഗ്നീഷ്യസ് റോക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇഗ്നീഷ്യസ് റോക്ക് എന്ന് വെച്ചാൽ ഇഗ്നീഷ്യസ് റോക്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അതിനകത്ത് പ്ലൂട്ടോണിക്കിന് മറ്റൊരു പേര് ഉറപ്പായിട്ടും ഓർത്ത് വയ്ക്കുക: ഇൻട്രൂസീവ് റോക്ക്. അത് സ്ലോ കൂളിംഗ് ആയിരിക്കും, കൺസിഡറബിൾ ഡെപ്തിലായിരിക്കും, കോസ്റ്റ്ലി ഗ്രെയിൻഡ് ആയിരിക്കും, ക്രിസ്റ്റലൈൻ സ്ട്രക്ചറായിരിക്കും, കോമൺലി യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലായിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. ഇനി അടുത്തത് പ്ലൂട്ടോണിക് റോക്ക് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്നത് ഹൈപ്പർബസൽ റോക്കാണ്. പ്ലൂട്ടോണിക്, ഹൈപ്പർബസൽ, പിന്നെ വോൾഗാനിക് എന്നിങ്ങനെയാണ് പോകുന്നത്. അടുത്ത ഹൈപ്പർബസൽ റോക്ക് എന്ന് വെച്ചാൽ മാഗ്മയുടെ കൂളിംഗ് എന്ന് പറയുന്നത് ഷാലോ ഡെപ്തിലായിരിക്കും. ഷാലോ ഡെപ്ത് ആയിരിക്കും മാഗ്മ കൂൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂളിംഗ് എന്ന് പറയുന്നത് ക്വിക്കായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് കൂളിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അത് ഫൈൻ ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും ആ റോക്കിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയുന്നത് ഡോളറൈറ്റ് ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇപ്പം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇഗ്നീഷ്യസ് റോക്ക് എന്താണെന്നും ഇഗ്നീഷ്യസ് റോക്കിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഏതാണെന്നും 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു: പ്ലൂട്ടോണിക്കും ഹൈപ്പർബസലും. പ്ലൂട്ടോണിക് എങ്ങനെ കൺസിഡറബിൾ ഡെപ്തിലായിരിക്കുമെന്നും ഹൈപ്പർബസലാകുമ്പം ഷാലോ ഡെപ്തിലായിരിക്കും അതിൻ്റെ കൂളിംഗ് നടക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. അതിന് രണ്ടിനുള്ള ഓരോ എക്സാമ്പിൾസും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഇഗ്നീഷ്യസ് റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന അടുത്തൊരു പാർട്ടാണ് പ്ലൂട്ടോണിക്, ഹൈപ്പർബസൽ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്നതാണ് വോൾഗാനിക് റോക്ക്. വോൾഗാനിക് റോക്ക് എന്ന് പറയുന്നത് മാഗ്മ കൂൾ ചെയ്യുന്നത് എർത്ത് സർഫസിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂളിംഗ് എന്ന് വെച്ചാൽ വെരി റാപ്പിഡായിട്ട് തന്നെ അവിടെ കൂളിംഗ് നടക്കുകയും ചെയ്യും. ഈ റാപ്പിഡായിട്ട് കൂളിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഫൈൻ ഗ്രെയിൻഡ് ആയിരിക്കും. എക്സ്ട്രീംലി ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ബസാൾട്ട് പറയാം. അപ്പോൾ ഇപ്പം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് നമ്മൾ നോക്കി. ഇഗ്നീഷ്യസ് റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇഗ്നീഷ്യസ്, അതുപോലെ തന്നെ ഇഗ്നീഷ്യസിനകത്ത് വരുന്ന അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് പ്ലൂട്ടോണിക്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് ഇഗ്നീഷ്യസ് റോക്ക് ഇഗ്നീഷ്യസ് റോക്കിനകത്തുള്ള ക്ലാസിഫിക്കേഷനാണ് ഇൻട്രൂസീവ് റോക്ക്. ഇൻട്രൂസീവ് റോക്കിന് പറയുന്ന മറ്റൊരു പേരാണ് പ്ലൂട്ടോണിക് റോക്ക്. പ്ലൂട്ടോണിക് റോക്കിന് മറ്റൊരു പേരാണ് ഇൻട്രൂസീവ്. അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇൻട്രൂസീവ് എന്ന് പറയുന്നത് പ്ലൂട്ടോണിക് റോക്കിനെയാണ്. പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പർബസൽ റോക്ക്, വോൾഗാനിക് റോക്ക് എന്നിവ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതിൻ്റെ കൂളിങ്ങും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോൾ ഇഗ്നീഷ്യസ് റോക്കിൻ്റെ ക്ലാസിഫിക്കേഷനെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇഗ്നീഷ്യസ് റോക്കിൻ്റെ കുറച്ചധികം എക്സാമ്പിൾസും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്.
ഗ്രാനൈറ്റ്, ഡോളറേറ്റ്, ബസാൾട്ട്, ട്രാപ്പ്, ബോക്സൈറ്റ്, സൈനൈറ്റ് എന്നിവ നമ്മൾ പരീക്ഷകളിലൊക്കെ പൊതുവായിട്ട് എക്സാംസിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് എക്സാമ്പിൾസും കൂടാണിത്. ക്വസ്റ്റ്യൻസിനകത്ത് വരുന്ന ചില എക്സാമ്പിൾസാണിത് കേട്ടോ. ഇതും കൂടെ ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. നമ്മൾ ഗ്രാനൈറ്റ് ഏതിനകത്ത് വരുന്നതാണ് നമ്മൾ പഠിച്ചു. വോൾഗാനിക് റോക്ക്, പ്ലൂട്ടോണിക് റോക്കാന്ന് നമ്മൾ പഠിച്ചു. ബസാൾട്ട് വോൾഗാനിക്കാന്ന് പഠിച്ചു. അതെനിക്ക് ഡോളറേറ്റ് ഏതാണെന്നാണ് പഠിച്ചത്, അതും കൂടെ അത് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോളറേറ്റ് എന്ന് പറയുന്നത് ഹൈപ്പബസിലാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഈ എക്സാമ്പിൾസും കൂടെ നോക്കി കറക്റ്റ് പഠിക്കുക. ഓക്കെ, താങ്ക് യു.